നമസ്തേ സാറേ, വെൽക്കം ബാക്ക്. നമ്മള് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളുടെ ഇടയിൽ നമ്മൾ അറിയാതെ ജീവിക്കുന്നവർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഇന്ന് ഒരു സ്പിരിച്വൽ ആസ്പെക്ട്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാം സാറിന് ഒരുപാട് പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് പൊതികയിൽ അഗസ്ത്യമുനി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. അതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു പോവാം. ആദ്യം ആ സ്ഥലത്തെ പറ്റി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് നല്ലതല്ലേ? ഷുവർ ഷുവർ. ഈ അഗസ്ത്യരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പൊതികയാണ്. പൊതിക എല്ലായിടത്തും പൊതികയിൽ വെച്ചാണ് അദ്ദേഹം 18 ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുത്തതും പഠനം കൊടുത്തതും അതിന്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ കാണാനുണ്ട്. അവശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിച്ച പല രൂപത്തിലുള്ള ശിവലിംഗങ്ങൾ ഉടച്ച രൂപത്തിൽ ആ പൊതികയുടെ പല വനത്തിന്റെ ഭാഗങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ പല രൂപത്തിലുള്ള ശിവലിംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാകില്ല, എന്നാലും ആരൊക്കെയോ പഠിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയില് അംബാസമുദ്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അംബാസമുദ്രത്തിനടുത്താണ് ഈ പൊതിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ പൊതിയ എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാകുന്നത് അഗസ്ത്യർ ഫാൾ എന്ന് പറയുന്ന അഗസ്ത്യർ ഫാൾ. ഈ ട്രിവാൻഡ്രത്ത് ഉള്ള നമ്മുടെ ഇതുണ്ടല്ലോ അഗസ്ത്യകൂടം, അത് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുമോ? ഇതിന്റെ പടിഞ്ഞാറേ മലയാണ് അഗസ്ത്യർകൂടം. ഇതിന്റെ പടിഞ്ഞാറേ മലയാണ്, അതിന്റെ ടോപ്പാണ് അഗസ്ത്യർകൂടം. അഗസ്ത്യർകൂടത്തിന് നേരെ കിഴക്കേ ചരിവിലാണ് ഈ പൊതിക. കിഴക്കേ ചരിവിൽ സമതലത്തിലാണ്. ഫോറസ്റ്റ് ആണ്, ഇന്നും ഫോറസ്റ്റ് ആണ്. അവിടെ കല്യാണ തീർത്ഥം എന്ന് പറയുന്ന ഒരു തീർത്ഥം, ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം ആണ് താപ്പോട്ട് വന്നിട്ട് അഗസ്ത്യർ ഫാളായിട്ട് മാറുന്നത്. അപ്പോ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം കുറവാണ്. അഗസ്ത്യർ ഫാൾ വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കത്തില്ല. നമ്മൾക്ക് വേണമെങ്കിൽ പോകാം, അത്ര തന്നെ ഉള്ളൂ. നേരത്തെയൊക്കെ അവിടെ ഒരു അമ്മ താമസം ഉണ്ടായിരുന്നു. ഒരു വലിയ പാറയാണ്, ഏതാണ്ട് 2 കിലോമീറ്റർ വിസ്താരത്തിൽ ഉയരത്തിൽ വരുന്ന ഒരു വലിയ പാറ. ആ പാറയുടെ ഒരു സൈഡില് ഒരു ഗുഹയുണ്ട്. ആ ഗുഹ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ആ ഗുഹയിലായിരുന്നു ആ അമ്മ താമസിച്ചിരുന്നത് ഞാനീ പോകുന്ന കാലത്ത്. ആ അമ്മയുടെ പേര് കൃഷ്ണവേണി എന്നാണ്. കൃഷ്ണവേണി. അഗസ്ത്യ ഗുഹ എന്ന് പറഞ്ഞ അവിടെ തന്നെ ഒരു സംഭവമുള്ള അത് പറയാം. അപ്പോ അതിനു മുമ്പായിട്ട് ഈ അമ്മയെ പറ്റി പറഞ്ഞ അമ്മയാണ് എനിക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. ഇത് കാണിക്കാനായിട്ട് ഇനി ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇവിടെ വരികയാണ്. അപ്പോ ഇത് കാണിക്കാൻ വേണ്ടി ആളിനെയൊക്കെ എന്റെ കൂടെ അയച്ചതൊക്കെ ഈ അമ്മയാണ്. അമ്മ ചെന്നൈക്കാരിയാണ്. ഇവിടെ വന്ന് ഇതൊരു പ്രത്യേക സ്ഥലമാണെന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് ഹാൾട്ടായിരുന്നു. അപ്പൊ അവരൊരു ദിവ്യായ സ്ത്രീയാണ്. 2005 അവര് സമാധിയായി. അപ്പോ അമ്മയുടെ കൂടെ 2-3 സ്ത്രീകളുണ്ടായിരുന്നു. സമാധിയാകുമ്പോ അവർക്ക് 105 വയസ്സുണ്ടായിരുന്നു. 105. ഞാൻ 1997-98 ഈ അമ്മയെ കണ്ടിട്ടുള്ളത്. അതെ, അമ്മയാണ്. അമ്മയുടെ സഹായത്തോടാണ് എനിക്ക് ഈ പൊതിയ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞതും. അമ്മയുടെ സഹായിയായിട്ടൊരു മുരുകനുണ്ട്, ഒരു മുരുകൻ. അപ്പൊ ഇതൊരു സാധാരണ മുരുകനല്ല. അപ്പൊ ഈ മലയുടെ മണ്ടയില് അമ്മയ്ക്കും അറിയില്ലേ മുരുകനെ പറ്റി ഇത് ആരാണെന്ന്. പക്ഷെ എനിക്ക് ഏതാണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് മുരുകൻ, സാക്ഷാൽ മുരുകൻ തന്നെയാണ്. അപ്പൊ ഈ മുരുകനാണ് അമ്മയെ സഹായിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ മുരുകന്റെ ഒരു ലക്ഷണം പറഞ്ഞാൽ ഒരു 18-20 വയസ്സ് നിക്കറായിട്ടിരിക്കുന്നത്. അപ്പോ ഇയാൾ എവിടുത്തുകാരനാണെന്ന് അമ്മയ്ക്കും അറിയില്ല. അപ്പൊ ഇയാള് അമ്മ അകത്തിരുന്ന് വിളിക്കുമ്പോ ഇയാൾ എവിടുന്നോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടാണ് എനിക്ക് സാക്ഷാൽ മുരുകനല്ലേ എന്ന് സംശയം തോന്നിയത്.
അപ്പൊ ഈ മുരുകനാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ബാക്കിയെല്ലാം കാണിക്കാൻ, ഈ അഗസ്ത്യരുടെ ഗുഹയും ഒക്കെ കാണിക്കാൻ സൗകര്യപ്പെടുത്തി തന്നത്. അപ്പൊ ഇയാളുടെ യാത്രയൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇയാള് പറക്കുന്നത് പോലെ അടുത്ത സ്ഥലത്തെത്തും. എവിടുന്ന് വരുന്നു അറിയത്തില്ല, ഇങ്ങോട്ട് എവിടുന്ന് വരുന്നെന്നും അറിയില്ല. നമ്മളെ കൊണ്ടുപോയാൽ ഇയാൾ പോകുന്നത് നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഈ കല്യാണ തീർത്ഥത്തിന് അക്കരെയാണ്, കല്യാണ തീർത്ഥത്തിന് തൊട്ടക്കരെയാണ് അഗസ്ത്യരുടെ ഗുഹ. അപ്പൊ സന്ധ്യയായി. അപ്പൊ ഇതൊരു കറുത്ത, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാ കറുത്തവാവിനും എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും രാത്രിയായാൽ അവിടെ നല്ല വെളിച്ചമാണ്. ഇരുട്ട് കയറത്തില്ല ആ സ്ഥലത്ത്, പൊതുകയിൽ ഇരുട്ട് കയറത്തില്ല. അത് നല്ലപോലെ തിരിച്ചറിയാൻ ഈ കറുത്തവാവ് ദിവസമാണ് സൗകര്യം. അപ്പൊ ഈ കറുത്തവാവ് ദിവസം അവിടെ വേറൊരു വിശേഷമുണ്ട്. കറുത്തവാവ് ദിവസം അവിടെ മഴ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ അഗസ്ത്യർ പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗമുണ്ട്. ശിവലിംഗത്തിന്റെ പ്രത്യേക പേരൊക്കെ ഉണ്ട്, ഞാനതിപ്പോ വിട്ടുപോയി. പൊതിയയിലെ ആ കല്യാൺ തീർത്ഥത്തിന്റെ സൈഡില് ഒരു ശകലം സൈഡേ ഉള്ളൂ, ബാക്കി ഹൈ ഫാള. അപ്പോ അവിടുത്തെ പ്രത്യേകത രാത്രിയിൽ ഇരുട്ട് കയറത്തില്ല. അപ്പൊ അത് നമുക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ കർത്തവാവിന്റെ അന്ന് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് 1998 സംക്രാന്തി ദിവസം, അതൊരു കർത്തവാവായിരുന്നു, പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ കൂടെ ഒരു 3-4 പേരുണ്ട്, എല്ലാം സ്വാമിമാരും യോഗികളും ഒക്കെയാണ്. അപ്പൊ ഞങ്ങള് 4-5 പേര് അവിടെ പോയി, അവിടെ ചെന്നു. അപ്പോ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ആഹാരങ്ങളും എന്റെ കൂടെ വരുന്നവർക്ക് ആഹാരങ്ങളും ഒക്കെ അമ്മ ഒരുക്കി തരും. അപ്പൊ ഞങ്ങൾ നേരത്തെ അവിടെ ചെന്നു, ഞങ്ങൾക്കെല്ലാം ആഹാരം കിട്ടി. അപ്പോ രാത്രിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാക്കുകയാണ്. രാത്രിയായപ്പോ അവിടെ ഇരുട്ടില്ല. അപ്പോ അതിനു മുമ്പായിട്ട് ഈ അമ്മയുടെ വേലക്കാരൻ എന്ന രീതിയിൽ നിൽക്കുന്ന മുരുകൻ എന്നോട് പറഞ്ഞു, അഗസ്ത്യർപ്പാട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അഗസ്ത്യർപ്പാട് കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ നിമിഷത്തിനുള്ളിൽ മുരുകൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രമിച്ച് ഞങ്ങൾ 4 പേരും കൂടെ സൂക്ഷിച്ചാണ് ഇയാളെ ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ടൈൽസ് പോലെ മിനുങ്ങുന്നതാണ്, കാല് പിടിക്കത്തില്ല. അപ്പോ അത് നനയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് നമുക്ക് അതിന്റെ പുറത്തൂടെ പോകാനായിട്ട്. അപ്പോ ചെരുപ്പ് ഉപയോഗിക്കാതാണല്ലോ ഈ പോകുന്നത്. അപ്പൊ കല്യാണ തീർത്ഥത്തിന് കുറുകെ നമ്മൾ കയറണം. അപ്പൊ കുറുകെ കയറി മുരുകൻ അക്കരെ നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങള് വളരെ തപ്പിത്തടഞ്ഞേ പോകാൻ പറ്റുള്ളൂ. തപ്പിത്തടഞ്ഞ് പോകുമ്പോ ഒരു സർപ്പം ഞങ്ങൾക്ക് കുറുകെ നിന്ന്, ഒരു ഒട്ടച്ചാൺ നീളമുള്ള ഒരു സർപ്പം. അപ്പൊ അതിന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ അതിനെ നമ്മളൊരു കിളിയെ പിടിക്കാൻ പോകുന്ന ഒരു ടെൻഡൻസി മൈൻഡിലുണ്ടായി. എനിക്ക് സ്വതവേ ഈ പാമ്പിനെ ഭയങ്കര വെറുപ്പുള്ള ഒരു ആളാണ് ഞാൻ. പക്ഷെ ഈ സർപ്പത്തെ കണ്ടപ്പോ എനിക്ക് വളരെ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായത്, ഡിറ്റാച്ച്മെന്റ് അല്ല, ദിവ്യനാഗ്. അപ്പോഴത്തേക്ക് ഈ മുരുകൻ ഇവിടെ എത്തി, എന്റെ പാമ്പിനെ തൊട്ടുപോലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ ആരും തൊട്ടുപോകുന്നുമില്ല, അത് വെള്ളത്തിലോട്ടങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങള് അക്കരയ്ക്ക് പോയി. അപ്പോ അത് അടുത്താണ് സ്ഥലമെങ്കിലും ഒരു മരത്തെ ഞാന്ന് വേണം അക്കരെ കിടക്കാൻ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഞാലാൻ പറ്റി, പക്ഷെ എനിക്ക് ഞാലാൻ പറ്റത്തില്ല. എന്റെ ശരീരത്തിന്റെ പ്രകൃതവും എന്റെ കൈയുടെ ആരോഗ്യക്കുറവും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഞാലാൻ പറ്റില്ല. അപ്പൊ എന്നെ എടുത്തുകൊണ്ടാണ് ഈ മുരുകൻ ഈ ഞാന്നപ്പുറത്ത് ചാടിയത്. പിന്നെയും ചാടാനുണ്ട്. അങ്ങനെ 2 പാറ ചാടിക്കടന്ന് വേണം ഈ അഗസ്ത്യർ ഗുഹ ചെല്ലാൻ. അപ്പൊ അഗസ്ത്യരുടെ ഗുഹയ്ക്ക് ഒരു 3 മുറികളുണ്ട്, 3 മുറികൾ. അപ്പൊ ഈ മുരുകൻ എന്നെ കോരിയെടുത്തോണ്ടാണ് ചാടി പോകുന്നത്. അപ്പൊ ചാടി പോയി ആ ഗുഹയുടെ അടുക്ക ചെന്നു. എന്നെ ബാക്കി എല്ലാവരും കയറിയെങ്കിലും എന്നെ വലിച്ചാണ് ഈ ഗുഹയ്ക്കകത്തോട്ട് കയറ്റിയത്. ഗുഹയ്ക്കകത്ത് കയറി, ഗുഹയ്ക്ക് തന്നെ ഒരു 2 മുറിയുണ്ട് അകത്ത്. അപ്പൊ ആദ്യത്തെ മുറിയിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ബോധം കെട്ടുപോയി.
കാരണം അത്രത്തോളം സാഹസികമാണ് അവിടെ എത്തപ്പെടുക എന്നുള്ളത്. എനിക്ക് തീരെ വയ്യാതായി. അപ്പോ ഞാന് എന്നെ ഈ മുരുകനൊക്കെ വീശുകയും ഒക്കെ ചെയ്തെന്തായാലും ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് ആ ഗുഹ എനിക്ക് കാണാം. ആ ഗുഹയ്ക്കകത്തു നിന്ന് ഒരു ചന്ദ്രൻ നേരെ മേളിലോട്ട് ഉയർന്നു പോകും. അപ്പൊ ഞാന് കൂടെ നിന്ന ഒരാളോട് പറഞ്ഞു, ദാ നോക്കിക്കോ, ദോ പോകുന്നു, ദാ ഉയർന്നു പോകുന്നു, അഗസ്ത്യരാണെന്ന് തോന്നുന്നു. അപ്പൊ മുരുകൻ പറഞ്ഞു അതാണ് അഗസ്ത്യരൻ. അപ്പൊ ഞങ്ങള് രണ്ടുപേരെ കണ്ടുള്ളൂ, ബാക്കി രണ്ടുപേർക്കും കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് പിന്നെയും ആ ഗുഹ കയറി അകത്തെ ഗുഹയ്ക്ക് എത്തിയപ്പോ അവിടെ ഒരു വിളക്കിരുന്ന് കത്തുന്നു. ഒരു കല്ലുവിളക്ക് കത്തുന്നു. അത് ആര് കത്തിച്ചതാണെന്നോ ഒന്നും നമുക്കറിയില്ല. വിളക്കിരുന്ന് കത്തുന്നു. ഞങ്ങളത് കണ്ടിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു. പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ അമ്മയുടെ അടുക്കൽ തിരിച്ചു വന്നു. അമ്മയുടെ അടുക്കൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ തന്ന ശേഷം 12 മണിക്ക് മറ്റേ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവിടെ പോയി ധ്യാനത്തിലിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പൊതുവെ മടിച്ചു. അപ്പൊ അവിടെ ഒരു അമ്മയുടെ താമസിക്കുന്ന ഗുഹയ്ക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രത്തില് അങ്ങോട്ട് ആരും വരുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അവസാനം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഈ കല്യാണ തീർത്ഥത്തിന്റെ സൈഡിൽ പോയാലും ധ്യാനം ചെയ്യാൻ. ഞങ്ങൾ രണ്ടും പോയി. അതിഭയങ്കര മഴയെന്ന് വെച്ചാൽ ഒരു നിൽക്കാത്ത മഴയാണ്. അപ്പോ അതിന്റെ തണുപ്പും അതിന്റെ കാറ്റും അത് ഈ അഗസ്ത്യർ ഫാൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് കാതടപ്പിക്കുന്ന, ഇപ്പൊ ഈ അമേരിക്കയിലുള്ള വാട്ടർഫാള് പോലെ ചെകിടടപ്പിക്കുന്ന സൗണ്ടിലാണ് ആ ഫാള് ഉള്ളത്. അപ്പൊ ഞങ്ങള് രണ്ടുപേര് ഈ ശിവലിംഗം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ പോയി. ബാക്കി എല്ലാവരും മേളിലെ ക്ഷേത്രത്തിൽ കിടന്ന് ഉറക്കമായി. അപ്പൊ ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ രണ്ടും ധ്യാനത്തിൽ നിന്നു. ഞങ്ങൾ അപ്പുറം ഇപ്പുറവും ധ്യാനത്തിൽ നിന്നു. ശിവലിംഗത്തിന്റെ അടുത്ത്. അവിടെ സ്ഥലമില്ല, മഴയാണ്, അതിഭയങ്കര മഴയാണ്. അപ്പൊ ഞാൻ തലയിൽ കൂടെ തുണി ഇങ്ങനെ മൂടിയിരിക്കുക, തണുപ്പ് കൊണ്ട്. വനമാണ്, വനവും മഴയും കൂടാണ്. പക്ഷേ നല്ലപോലെ കാണാം. കരണ്ടൊന്നും ഇല്ലെങ്കിലും ആ സ്പേസ് നല്ലപോലെ വെളിച്ചമുള്ളതാണ്. അതാണ് ഇപ്പൊ പറയാൻ വന്നത്. ഈ കർത്തവാവ് ദിവസം നമുക്ക് ഈ ഇറങ്ങി വരുന്ന പടികളൊക്കെ ഒന്ന് വ്യക്തമായി കാണാം. വ്യക്തമായി കണ്ട് താഴെ നമുക്ക് വന്ന് ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ലപോലെ കാണാം. അതിന്റെ വെളിച്ചം അവിടെ ഉണ്ട്. അപ്പൊ ആ വെളിച്ചത്തിൽ ഞങ്ങൾ ആ ശിവലിംഗത്തിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ രണ്ടുപേരും ധ്യാനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു മണിയോളമായെന്ന് തോന്നുന്നു. ഏതോ ഒന്ന് ശരീരത്തിൽ നനയുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോ നല്ല മണമുണ്ട്. നോക്കിയപ്പോ ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ, മണവുമുണ്ട്. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന ആളിനെ നോക്കിയപ്പോ അയാളെ എപ്പോഴോ അവിടുന്ന് വലിഞ്ഞു. എനിക്ക് തോന്നുന്നു വന്നിരുന്നപ്പോ തന്നെ അയാൾ അവിടെ നിന്നിച്ച് പോയി. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത്. ഇതാണെങ്കിൽ രാജവെമ്പാലയുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ പറയുന്ന സ്ഥലം. രാജവെമ്പാലയുടെ ആവാസ കേന്ദ്രവും കരടി ഒരുപാടുള്ള സ്ഥലവുമാണ്. രാത്രി ആയതുകൊണ്ട് കരടി ശല്യം വരത്തില്ലായിരിക്കാം, എന്തോ ഒന്നും വന്നില്ല. രാജവെമ്പാലയും വന്നില്ല, കരടിയും വന്നില്ല. ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന്റെ ഭയമായി, ഇതെന്താ നനഞ്ഞത്. ഈ മണവും നല്ലപോലെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ സ്റ്റെപ്പ് ചാടി കയറി അമ്മയുടെ അടുക്കലെത്തി. അമ്മയുടെ ആ താമസിക്കുന്നിടത്തെത്തി. അമ്മ ആ ഗുഹയ്ക്കകത്തായിരുന്നു. അമ്മയ്ക്ക് മനസ്സിലായി ആർക്കോ ചന്ദനമഴ പെയ്തിട്ടുണ്ട്. അമ്മ അവിടെ വന്ന ശേഷം ആദ്യമാണ് ഇത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് കണ്ടിട്ടില്ല. അമ്മ എപ്പോഴത്തേക്ക് പുറത്തിറങ്ങി വന്നു, ഗുഹയ്ക്കകത്ത് വന്നു. അപ്പൊ ആരാന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ ഞാനിത് പുറത്തെ തുണി മാറ്റിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയാണല്ലോ, മാറ്റിയപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ അതിഭയങ്കരമായ മണം, ചന്ദനത്തിന്റെ മണം. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ചന്ദനമഴ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അത് അനുഭവിക്കാനും എനിക്ക് പറ്റി. പക്ഷെ ആ മണം ഇപ്പോഴും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വരും. അവിടെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോ അവിടെ ഈ 18 ശിഷ്യന്മാര് പഠിച്ച ഈ കളരി എന്ന് പറയാം,
കളരിയും ഈ ശിവലിംഗം ഉണ്ടാക്കി പഠിച്ചതും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പഠിച്ചതും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അവിടെ. അല്ല സാറ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാറ് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നത് അഗസ്ത്യർ കോൺസിഗ്രേറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ശിവലിംഗത്തിന്റെ മുമ്പിലാണോ? അതെ 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 അതെ. അഗസ്ത്യർ നമ്മുടെ സ്വന്തം ആളാണ്. അതെ അതെ. എനിക്ക് ദീക്ഷയുണ്ട് ആ പരമ്പരയിൽ. ശരി. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ആ ഒരു ശിവലിംഗം ഉണ്ടാക്കി എടുക്കാനുള്ള ആ ഒരു ഇതായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്ന. അല്ല, ശിവലിംഗം കല്ലുകൊണ്ടാ, അത് നമുക്ക് കാണാം, ദൂരമല്ലല്ലോ, നമുക്ക് അടുത്തായിരിക്കുന്നത്, അത് നമുക്ക് കാണാം, കല്ലുകൊണ്ടുള്ള ശിവലിംഗം. ബാക്കി അവിടെ നവപാഷാണങ്ങളാണ് പലയിടത്തും പരീക്ഷിച്ചിട്ടുള്ളത്. നവപാഷാണം, പഴനിയുടെ നവപാഷാണമാണ് അവിടെ പരീക്ഷിച്ച് അവിടെ ഉടച്ചു കളഞ്ഞിരിക്കുന്നത്. അത് കൂട്ടുന്ന ഇതൊക്കെ കണ്ടോ? അത് അമ്മ പറഞ്ഞു, നവപാഷാണത്തിന്റെയാണ് ആ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. നവപാഷാണത്തിന്റെ. പിന്നെ ഈ മുരുകൻ, അതെന്താണ്, എന്ത് മിസ്റ്ററിയാണ് അത്? മുരുകന്റെ ഹിസ്റ്ററി, മുരുകനെ എനിക്ക് മനസ്സിലായെങ്കിലും മുരുകൻ എന്നോട് ദേഷ്യമാണ്. അപ്പൊ എന്നോട് എന്താ ദേഷ്യമെന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരോടും വലിയ സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മുരുകനെ ശ്രദ്ധിക്കാൻ കാരണം. ഞാനൊന്നും ചെയ്തിട്ടാ ഇയാൾ എന്നോട് ദേഷ്യം കാണിക്കുന്നത്. അവസാനം ഞങ്ങള് ഗുഹ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോ ഒരു വലിയ പാറ, ആ നദിയുടെ ഒരു മൊട്ടപ്പാറ എന്ന് പറഞ്ഞാല് 2 തെങ്ങോളം ഉയരമുള്ള ഒരു മൊട്ടപ്പാറ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഉരുണ്ടിരിക്കുന്ന പാറ. അപ്പൊ മുരുകൻ ചോദിച്ചു, ഞാനിപ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറുന്ന കാണുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്നാ ഇയാൾ കാണിരുന്ന് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും കയറാൻ പറ്റില്ല, ഉരുണ്ടിരിക്കുക. ഇതിന്റെ ചവിട്ടിൽ കൂടെ മേപ്പോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പോ എങ്ങനെയോ ഞങ്ങളൊന്ന് കണ്ണടച്ച് തുറന്നപ്പോണ്ട് ഇയാൾ അതിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് സ്വതവേ പേടിയുണ്ടായി, ഇയാൾ അതിന്റെ മണ്ടയ്ക്കൊന്ന് വീഴുമറ്റോ ചെയ്താൽ ചാടിക്കയറുന്നതും കാണാൻ പറ്റത്തില്ല. അതിന്റെ മേളിൽ നിൽക്കുന്നു. ഈ വലിയ 2 തെങ്ങിന്റെ ഉയരത്തിനേക്കാൾ വരുന്ന ആ പാറയുടെ മണ്ടയ്ക്ക് ഇയാൾ എങ്ങനെ കയറിയെന്നറിയില്ല, അതിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്നു. അതുപോലെ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇയാൾ എങ്ങനെ ഇറങ്ങുന്നതെന്ന് അറിയാൻ വയ്യ, ഞങ്ങളുടെ മുമ്പിൽ വന്നു. അപ്പോ അതിന് മുമ്പേ എനിക്ക് സംശയമുണ്ട് ആളിനെ പറ്റി. പക്ഷെ അമ്മയ്ക്ക് സംശയമില്ല. അമ്മയ്ക്ക് ഇയാൾ വേലക്കാരനായിട്ട് അമ്മ കരുതിയിരിക്കുന്നത്. അമ്മ ഒരു ഭക്തയാണ്. അമ്മ മുരുകഭക്തയാണ്. അപ്പോ ഞങ്ങളെ കൊണ്ട് ഇയാള് ഈ മേളി വരികയും ഒക്കെ ചെയ്തു. പിന്നീട് ഇയാളെ പറ്റി ഞാൻ അന്വേഷിച്ചു. 2005 ഈ അമ്മ സമാധിയായപ്പോ എന്താ സംഭവിച്ചത്, മുരുകൻ അങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോ 2005 അമ്മയുടെ ചിതയ്ക്ക് തീ കൊടുക്കാനായിട്ട് ഇയാൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഇയാൾ അപ്രത്യക്ഷമായി. പിന്നെ കണ്ടിട്ടില്ല. അപ്രത്യക്ഷമായി. തിരിച്ച് ഗുഹയിലേക്ക് വന്നില്ല, അപ്രത്യക്ഷമായി. അവിടെ വെച്ച് തന്നെ അപ്രത്യക്ഷമായി. സാറേ, എനിക്ക് ഇതുപോലെ എന്നോടൊരു തമിഴ് ഫ്രണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ ഇതുപോലെ അയാളൊരു സിദ്ധനാണ്. അയാളുടെ കൂടെ മുരുകൻ വന്ന് ഇത് കളിക്കുമെന്നാ പറയുന്നത്. ഈ പക്കിട്ടെ എന്തോ അവന് പറയും, ചെസ് വന്ന് കാഷ്വലായിട്ട് നമ്മുടെ കൂടെ വന്ന് കളിക്കുന്ന. അതെ, ഈ മുരുകൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനും മുരുകനും വ്യത്യാസമുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു. സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോ സുബ്രഹ്മണ്യന്റെ ഒരു വേർഷനാണ് ഈ മുരുകൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ജനിച്ച സുബ്രഹ്മണ്യന്റെ ഒരു അവതാരമാണ് മുരുകൻ. മുരുകൻ അയ്യപ്പനെ പോലെ അല്ലേ? അയ്യപ്പനെ പോലെ കറുത്തതാണ്. അയാളുടെ സോളാണ് മുരുകനായിട്ട് അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, പഴനിയിലും മറ്റുമൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ രൂപം തന്നെയാണ്. ദണ്ഡായുധമൊന്നുമല്ല ഇടകയിലെ ഈ കവണ, ഈ പക്ഷികളെയൊക്കെ അടിച്ചിടാനുള്ള കവണയും കല്ലുമാണ് ഉള്ളത്. ഇത് അടിച്ചിട്ട് എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ല, അടിച്ചിടും. ഞാൻ ഈ അഗസ്ത്യകൂടത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതൊരു ചെറിയൊരു ഷോർട്ട് അഗസ്ത്യകൂടത്തില് അത് ഈ ഏതാണ്ട് 10-40 വർഷം മുമ്പ് അവിടുത്തെ ഈ അഗസ്ത്യരുടെ പ്രതിമ തകർത്ത് താഴെ കുഴിയിലേക്ക് കളഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു കൂടെ അമ്മയെ കാണാൻ പോകുമായിരുന്നു. അപ്പോഴൊക്കെ മുരുകൻ വരുമായിരുന്നു. മുരുകനാണ് എന്നെ ആ സ്ഥലങ്ങൾ കാണിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നാലും എന്നോട് വെറുപ്പാണ് മുരുകൻ. ഈ അമ്മ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ പറയുന്നതുകൊണ്ട് മാത്രം
മുരുകൻ എന്നെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ സഹായിക്കത്തില്ല. മുഖത്ത് വെറുപ്പാണ്. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. അതിന്റെ കാര്യം പിന്നെ മനസ്സിലായത് 2023 മുരുക യുഗം എന്നും പറഞ്ഞിപ്പോ ഒരു യുഗം ഉണ്ടല്ലോ, മുരുക യുഗം എന്ന് പറഞ്ഞിട്ട്. ആ മുരുക യുഗത്തിന് ഒരു എൻഡ് ഉണ്ടാകും. അപ്പൊ ആ എൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു 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 പോസ്റ്റ് ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മുരുകന് നേരത്തെ മനസ്സിലായെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആ ശത്രുത എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. 2023 എനിക്കത് മനസ്സിലായത്. സുബ്രഹ്മണ്യന്റെ അവതാരമാണ്. സുബ്രഹ്മണ്യൻ മലങ്കുറത്തിയിൽ ജനിച്ച മകനാണ്. മലങ്കുറവിലും മലങ്കുറത്തിയിലും ജനിച്ച മകനാണ് സുബ്രഹ്മണ്യന്റെ അവതാരമായിട്ട്, വള്ളിയുടെ ഭർത്താവായിട്ട് ജനിച്ച മറ്റേ കന്യാകുമാരി ജില്ലയിലോ മറ്റോ ആണ് ജനിച്ച ആളാണ് മുരുകൻ. പക്ഷേ സുബ്രഹ്മണ്യന് വലിയ പ്രാധാന്യമൊന്നുമില്ല. മുരുകനാണിപ്പോ സുബ്രഹ്മണ്യനായിട്ട് അറിയപ്പെടുന്നത്.